ടാൻസാനിയയിൽ കിളിമഞ്ചാരോ പർവ്വതവും കിളിമഞ്ചാരോ നാഷണൽ പാർക്കുമെല്ലാം സന്ദർശിച്ച ശേഷം അരൂഷ നഗരത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് ഇപ്പോൾ ഞാൻ. മോഷി എന്ന പട്ടണത്തിന്റെ സമീപ പ്രദേശത്തുകൂടിയാണ് കടന്നുപോകുന്നത്. എന്റെ ഡ്രൈവർ ഇമ്മാനുവൽ അനായാസം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അരൂഷക്കാരനാണ് ഇമ്മാനുവൽ. വഴിയുടെ ഇരുവശത്തും വിളഞ്ഞു നിൽക്കുന്ന ചോളപ്പാടങ്ങളാണ്. ശാസ്ത്രീയമായ കൃഷിയൊന്നുമല്ല, കളകൾക്കൊപ്പം വളർന്നു നിൽക്കുന്ന ചോളച്ചെടികൾ. എങ്കിലും വളരെ വലിയ പ്രദേശത്തൊന്നാകെ ചോളകൃഷി നടക്കുന്നുണ്ട്. വീടിന്റെ തൊടിയിലും മുറ്റത്തും വരെ ചോളം കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. വീടിനോട് ചേർന്ന ചെറിയ മുറികളിൽ വിളവെടുത്ത ചോളം അടുക്കി വച്ചിരിക്കുന്നതും ഞാൻ കണ്ടിരുന്നു. വീട്ടുമുറ്റത്തും പാതയോരത്തും വലിയ പനമ്പുകളിൽ ഒരുതരം ധാന്യം ഉണക്കാനിട്ടിട്ടുണ്ട്. ഗ്രാമീണർ നിർമ്മിക്കുന്ന കൊണ്യാഗി എന്നു പേരുള്ള ലോക്കൽ മദ്യമുണ്ടാക്കാനുള്ള ധാന്യമാണത്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ ചോളപ്പാടത്ത് കുറെ പേർ പണിയെടുക്കുന്നതാണ് കാഴ്ച. 8-10 പേരുണ്ട്. ചോളം ലോറിയിൽ കയറ്റുകയാണ്. വളരെ അലസതയോടെയുള്ള ജോലി. അടുത്തു ചെന്ന് ഷൂട്ട് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവർ പ്രതിഷേധിച്ചതോടെ ഞാൻ പിന്മാറി. കൊയ്ത്തിന് പാകമായ ചോളപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര തുടരുകയാണ്. മോഷിയുടെ പ്രാന്തഭാഗങ്ങൾ മുഴുവൻ ഇത്തരം കൃഷിയിടങ്ങളാണുള്ളത്. അരൂഷ എയർപോർട്ടിൽ 3 മണിക്ക് എന്നെ എത്തിക്കണമെന്നാണ് ഡ്രൈവർ ഇമ്മാനുവലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സമയം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. 3 മണിക്ക് മുൻപ് തന്നെ അരൂഷയിൽ എത്തിക്കാമെന്നാണ് ഇമ്മാനുവൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ അല്പം ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ എന്ന് ഞാൻ ചോദിച്ചു. ഇമ്മാനുവൽ സമ്മതിച്ചു. പുല്ലുമേഞ്ഞ ഒരു കെട്ടിടത്തിന് മുന്നിൽ ഇമ്മാനുവൽ വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. നല്ല ഭക്ഷണം ലഭിക്കുന്ന ഒരിടമാണത്രേ ഇത്. കുറെ പ്ലാസ്റ്റിക് കസേരകൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു നെടുമ്പുര. മടിയന്മാരെ പോലെ ചിലർ ബിയറടിച്ച് അങ്ങിങ്ങായി ഇരിപ്പുണ്ട്. പ്രത്യേക രീതിയിൽ പുല്ലുമേഞ്ഞ നല്ല ഉയരമുള്ളൊരു കെട്ടിടം. നല്ല തണുപ്പാണിവിടെ. ഇങ്ങനെ അലസരായിരിക്കുന്ന ആളുകൾ ആഫ്രിക്കൻ നാടുകളിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. പുറത്താണ് വിഭവങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നത്. ആവശ്യപ്പെടുന്ന വിഭവം തത്സമയം ഉണ്ടാക്കിത്തരും. മാംസവിഭവങ്ങളാണ് കൂടുതലും. ചിക്കനും ബീഫുമെല്ലാമുണ്ട്. ഇറച്ചി ഗ്രില്ല് ചെയ്തു തരാമെന്ന് പാചകക്കാരൻ പറഞ്ഞു. അങ്ങനെ 2 ക്യാരറ്റ് കഷ്ണങ്ങൾക്കിടയിൽ കോർത്ത ബീഫ് കഷ്ണങ്ങൾ ഞങ്ങൾക്കായി മുറിഞ്ഞു തുടങ്ങി. അതിൻ്റെ കൂടെ കഴിക്കാൻ ബണ്ണോ പച്ചവാഴയ്ക്ക പുഴുങ്ങിയതോ ആവും ലഭിക്കുക. വിഭവങ്ങളെത്തി. ഞാനത് അധികം കഴിച്ചില്ല. ഉച്ചഭക്ഷണം അതിലൊതുക്കി. കുറേ ആളുകൾ ബിയറടിച്ചിരിക്കുന്നതാണ് കാഴ്ച. അധിക നേരം ഇവിടെ ചെലവഴിക്കാനാവില്ല. തെരുവിൽ ധാരാളം ആളുകളുണ്ട്. 2 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന പ്രദേശമാണ് മോഷി. കൃഷിയാണ് ആളുകളുടെ പ്രധാന വരുമാന മാർഗം. ഇവിടെ മസായികൾ ഒഴികെയുള്ള ഗോത്രങ്ങളിലെ ഒന്നും പുരുഷന്മാർ ഇപ്പോൾ പരമ്പരാഗത വേഷം ധരിക്കുന്നത് കാണുന്നില്ല. യൂറോപ്യർ ശീലിപ്പിച്ച പാൻസും ഷർട്ടും ഓവർകോട്ടുമാണ് അവരുടെ വേഷം. എന്നാൽ സ്ത്രീകൾ പരമ്പരാഗതമായ തനതു വേഷം ധരിച്ചാണ് നടക്കുന്നത്. നീളൻ ഒറ്റയുടുപ്പ്, അതിനു ചേരുന്ന ഒരു ഷോൾ. ചിലർ നീളൻ ഉടുപ്പിന് മീതെ നിറമുള്ള ഒരു മുണ്ട് ചുറ്റിയിട്ടുണ്ടാവും. തലയിൽ ഒരു ചുറ്റിക്കെട്ടും. ആധുനിക വേഷം ധരിച്ച യുവതികളെ ഇങ്ങനെ അപൂർവമായി കാണാം. പൊടിക്കാറ്റ് വീശുന്നുണ്ട്. പഴയതാണോ പുതിയതാണോ എന്നറിയില്ല. ഇവിടെ കുറേ ഷൂസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചു വാങ്ങുന്നു ചിലർ. വഴിയരികിൽ ഐസ്ക്രീമും മറ്റും വിൽക്കുന്ന കടകൾ. അവിടെ കുശലം പറഞ്ഞ് നിൽക്കുന്നവർ. എന്തോ ബാർബിക്യൂ വിഭവം ഉണ്ടാക്കുന്നതിനായി പാതയോരത്തെരിയുന്ന അടുപ്പ്. ആ കാഴ്ചകളിൽ നിന്നും യാത്ര തുടർന്നു. തടി അറുത്തുവച്ചിരിക്കുന്ന കടകൾ. വീണ്ടും വിജനമായ പ്രദേശങ്ങളിലൂടെയായി യാത്ര. വരണ്ട പുൽമേടുകളിൽ ചെറുമരങ്ങൾ എഴുന്നു നിൽക്കുന്നു. അങ്ങനെ പോകവേ ഇമ്മാനുവൽ ഒരിടത്ത് വണ്ടി നിർത്തി. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. അങ്ങകലെ മേഘങ്ങൾക്ക് മുകളിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു പർവ്വതം. കിളിമഞ്ചാരോ പർവ്വതമാണത്. അതിൻ്റെ ശിരസിൽ മഞ്ഞുറഞ്ഞു കിടക്കുന്നു. ഞാൻ അല്പം മുൻപ് കുറച്ചുകൂടി അടുത്തുനിന്ന് കണ്ടത് ഈ പർവ്വതത്തെ തന്നെയായിരുന്നു.
രാവിലെ മരാങ്കുവിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷമാകെ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നതിനാൽ ഇവിടെ നിന്നും കിളിമഞ്ചാരോയെ കാണാനായിരുന്നില്ല. 5.25 കിലോമീറ്ററിലേറെ ഉയരത്തിൽ നിലകൊള്ളുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പർവ്വതം. പണ്ട് കിളിമഞ്ചാരോവിന്റെ മുകൾത്തട്ടാകെ മഞ്ഞുമൂടിയാണ് കിടന്നിരുന്നത്. യാത്ര തുടർന്നു. ഇവിടെയും ചോളപ്പാടങ്ങൾ തന്നെയാണ് കാണാനാവുന്നത്. ടാൻസാനിയയിൽ മാത്രമല്ല, മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും ആളുകളുടെ പ്രധാന ഭക്ഷണമാണ് ചോളം. 5.5 മില്യൺ ടൺ ചോളം ഓരോ വർഷവും ടാൻസാനിയ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ഉത്സാഹത്തിലാണ് ഇമ്മാനുവൽ. വിമാനത്താവളത്തിലെത്താൻ താമസിക്കുമോ എന്ന് ഞാൻ അയാളോട് ചോദിക്കുന്നുണ്ട്. ധൈര്യമായിട്ടിരുന്നോളൂ, സമയത്ത് തന്നെ എയർപോർട്ടിലെത്തുമെന്ന് ഇമ്മാനുവൽ പറഞ്ഞു. 3:50 വിമാനത്തിലാണ് എനിക്ക് യാത്ര പുറപ്പെടേണ്ടത്. അരൂഷ പട്ടണത്തിൽ കയറാതെ തന്നെ ഒരു കുറുക്കുവഴിയിലൂടെ പറഞ്ഞ സമയത്ത് ഇമ്മാനുവൽ കാർ എയർപോർട്ടിനടുത്തെത്തിച്ചു. ഇതാണ് അരൂഷ എയർപോർട്ട്. ഇവിടെ നിന്നും എനിക്ക് ദാറുസലാമിലേക്ക് പോകണം. തകരം മേഞ്ഞ കുറെ കെട്ടിടങ്ങൾ. അതിലെ ഡിപ്പാർച്ചർ ലോഞ്ച് ഇതാണ്. ഞാൻ കണ്ടിട്ടുള്ള വിമാനത്താവളങ്ങളിൽ വച്ച് ഏറ്റവും വിചിത്രമായ ഡിപ്പാർച്ചർ ലോഞ്ചിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങകലെ മേരു പർവ്വതം. ഇവിടെ മൈതാനത്ത് കുറെ ചെറുവിമാനങ്ങൾ നിരന്നു കിടക്കുന്നുണ്ട്. 20ഓളം വിമാനങ്ങളുണ്ട്. ചിലത് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അരൂഷ പട്ടണത്തിന് അതിര് നിർണയിച്ചെന്നോണം മേരു പർവ്വതം നിൽക്കുന്നു. 4.5 കിലോമീറ്റർ ഉയരമുള്ള പർവ്വതമാണത്. ഒരു കാലത്ത് വൻ സ്ഫോടനം നടന്ന അഗ്നിപർവ്വതം തന്നെയാണത്. എയർപോർട്ടിൽ ചെറുവിമാനങ്ങൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെസ്ന കാരവൻ എന്ന വിമാനമാണിത്. ഇവിടുത്തെ പ്രാദേശിക എയർലൈനുകൾക്ക് കൂടുതലുമുള്ളത് സെസ്ന കാരവൻ തന്നെയാണ്. എല്ലാവരും ഒരേ വിമാനം വാങ്ങിയാൽ സ്പെയർ പാർട്സിന്റെ ലഭ്യതയെല്ലാം ഉറപ്പുവരുത്താം. ഒരു ഓട്ടോറിക്ഷ തള്ളുന്ന ലാഘവത്തോടെയാണ് 3 പേർ ചേർന്ന് സെസ്ന കാരവനെ തള്ളിത്തിരിച്ചിടുന്നത്. കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ വിമാനമെന്നത് ഈ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നു. ഏതോ വിമാനത്തിൽ കയറാനുള്ള ആളുകളുടെ ഒരു സംഘം അവർക്കുള്ള വിമാനത്തിനടുത്തേക്ക് പോകുന്നു. ചെറിയ വിമാനങ്ങളേ ഉള്ളൂ എന്നതുകൊണ്ട് വിമാനത്താവളത്തിൽ ആളില്ലെന്ന് ധരിക്കരുത്. ഓരോ വിമാനത്തിലെയും സീറ്റുകൾ നിറയാനുള്ളത്ര ടൂറിസ്റ്റുകളുണ്ട്. 15ലേറെ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഇവിടെ നിന്നും വിമാന സർവീസുകളുണ്ട്. ദാറുസലാം, സാൻസിബാർ തുടങ്ങിയ വലിയ നഗരങ്ങൾക്ക് പുറമെ സെറംഗെറ്റി, തരംഗിരി തുടങ്ങിയ നാഷണൽ പാർക്കുകളും ഡെസ്റ്റിനേഷനുകളിൽ ഉൾപ്പെടുന്നു. ഇത് 2 പ്രൊപ്പല്ലറുള്ള ടർബോപ്രോപ്പ് വിമാനമാണ്. ഇതിലും 8-10 പേർക്ക് യാത്ര ചെയ്യാനാവൂ. ടൂറിസം മേഖലയ്ക്ക് ഈ ചെറുവിമാനങ്ങളുടെ സർവീസ് വലിയ സംഭാവനയാണ് നൽകുന്നത്. ഇത്തരം വിമാനങ്ങളുടെ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഇവിടെ നിന്നും റോഡ് മാർഗമായിരുന്നു യാത്രയെങ്കിൽ 2-3 ദിവസം തന്നെ എടുക്കും. ചില ഹൈവേകൾ ഒഴികെ ടാൻസാനിയയിലെ മിക്ക റോഡുകളും മോശമാണെന്നതാണ് ഒരു കാരണം. അതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകൾ ഇത്തരം വിമാനങ്ങളിലെ യാത്രയാണ് ഇഷ്ടപ്പെടുന്നത്. കോസ്റ്റൽ ഏവിയേഷൻ കമ്പനിയാണ് അരൂഷ കേന്ദ്രമാക്കി ഏറ്റവും അധികം വിമാന സർവീസുകൾ നടത്തുന്നത്. പ്രിസിഷൻ എയർ, റീജിയണൽ എയർ, ട്രോപ്പിക്കൽ എയർ, സാൻ എയർ എന്നീ കമ്പനികളും ഇവിടെ നിന്നും സർവീസ് നടത്തിവരുന്നു. ഇതാ പ്രിസിഷൻ എയറിന്റെ സാമാന്യം വലിപ്പമുള്ള ഒരു വിമാനം വന്നിറങ്ങിയിരിക്കുന്നു. ATR ശ്രേണിയിൽപ്പെട്ട എയർക്രാഫ്റ്റാണ്. ഇതാണ് എനിക്ക് പോകാനുള്ള വിമാനം. ഞാൻ അരൂഷയിലേക്ക് വന്ന ചെറുവിമാനം പോലെ ഒന്നിലാവും മടക്കയാത്രയുമെന്നാണ് ധരിച്ചിരുന്നത്. ഏതാണ്ട് 80ഓളം പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണത്. ബോർഡിംഗ് പാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തുണ്ടുകടലാസ് പരിശോധിച്ച് യാത്രികരെ വിമാനത്തിനടുത്തേക്ക് വിട്ടു. അരൂഷ എയർപോർട്ടിൽ വരുന്നവയിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള വിമാനമാണിത്. ദാറുസലാമിലെ ജൂലിയസ് നൈറേറെ ഇന്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടാൻസാനിയൻ വിമാന കമ്പനിയാണ് പ്രിസിഷൻ എയർ. ടാൻസാനിയയിലെ 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ് പ്രിസിഷൻ എയർ പ്രധാനമായും സർവീസുകൾ നടത്തുന്നത്. ഞാനിവിടേക്ക് വന്ന ചെറുവിമാനത്തിൽ ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരിക്കാമായിരുന്നു.
ഇതിന് പക്ഷേ സീറ്റ് നമ്പറുണ്ട്. ഏതാണ്ട് പകുതിയിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ജനാലയിലൂടെ ക്യാമറ പുറത്തേക്ക് തിരിച്ചപ്പോഴാണ് മറ്റൊരു പ്രശ്നം മനസ്സിലാവുന്നത്. ജാലകച്ചില്ല് പഴക്കം മൂലം നിറം മങ്ങി നിൽക്കുകയാണ്. പുറത്തെ കാഴ്ചകൾ വ്യക്തമേയല്ല. മൂടൽമഞ്ഞിലൂടെ കാണുന്നത് പോലെയുണ്ട്. എങ്കിലും കഴിയും വിധം ഷൂട്ട് ചെയ്യാം. ജനൽ ചില്ലിന്റെ മങ്ങൽ മൂലം നല്ല കുറെ ദൃശ്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. മടക്കയാത്രയിൽ ഇവിടെ നിന്നുള്ള കുറെ ആകാശക്കാഴ്ചകൾ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ പദ്ധതിയിട്ടിരുന്നതാണ്. ഇങ്ങനെ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളും സഞ്ചാരത്തിനിടെ വന്നു പിണയാറുണ്ട്. വിമാനം റൺവേയിൽ നിന്നുയർന്നു. അരൂഷയുടെ മുകളിലൂടെ ഒന്ന് വട്ടം കറങ്ങി തെക്കുകിഴക്ക് ദിശയിൽ പറക്കുകയാണിപ്പോൾ. താഴെ അരൂഷ പട്ടണം. അത് കടക്കുന്നതോടെ വിമാനം വെസ്റ്റ് ഉസാംബാറ പർവ്വതനിരയുടെ മുകളിലേക്കെത്തുന്നു. അതിലെ ലുഷോട്ടോ എന്ന മേഖലയാണ് താഴെ കാണുന്നത്. അത് കഴിയുമ്പോൾ ഈസ്റ്റ് ഉസാംബാറ മൗണ്ടൻസ് കാഴ്ചയിലേക്കെത്തുകയായി. ടാൻസാനിയയിലെ പ്രമുഖമായ 2 മൗണ്ടൻ റേഞ്ചുകളാണ് വെസ്റ്റ് ഉസാംബാറയും ഈസ്റ്റ് ഉസാംബാറയും. ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളുമെല്ലാമുണ്ട് ഈ മൗണ്ടൻ റേഞ്ചുകളിൽ. പർവ്വതനിര കടക്കുന്നതോടെ കടൽ തീരത്തേക്കാണ് എത്തുന്നത്. കടലിന് മുകളിലൂടെ പോയി സാൻസിബാർ ദ്വീപിൽ ഒന്നിറങ്ങിയ ശേഷമേ ഈ വിമാനം ദാറസലാമിലേക്കുള്ള യാത്ര തുടരൂ. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സാൻസിബാർ ദ്വീപാണ് ഇപ്പോൾ താഴെ കാണുന്നത്. ടാൻസാനിയയുടെ മെയിൻലാൻഡിൽ നിന്നും 25 മുതൽ 50 കിലോമീറ്റർ വരെ അകലെ കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ് സാൻസിബാർ. ടാൻസാനിയ എന്ന രാജ്യത്തിന്റെ ഭാഗമാകുമ്പോൾ തന്നെ സ്വയംഭരണ സംവിധാനവും വ്യത്യസ്തമായൊരു സാംസ്കാരിക പശ്ചാത്തലവുമുള്ള ദ്വീപ് സമൂഹമാണത്. അറബികളും പോർച്ചുഗീസുകാരുമെല്ലാം വാണിജ്യത്തിനു വേണ്ടി വളർത്തിയെടുക്കുകയായിരുന്നു സാൻസിബാർ ദ്വീപിനെ. 2461 ചതുരശ്ര കിലോമീറ്റർ വരുന്നതാണ് സാൻസിബാർ പ്രദേശം. അവിടെ 13 ലക്ഷം ആളുകൾ വസിക്കുന്നു. നൂറ്റാണ്ടുകളായി സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് പേരുകേട്ട നാട്. ഒരു സെമി ഓട്ടോണമസ് ഭരണ സംവിധാനമാണ് സാൻസിബാറിലുള്ളത്. ഇന്നാടിന് സ്വന്തമായി പ്രസിഡന്റും 2 സഭകളുള്ള നിയമനിർമ്മാണ സംവിധാനവുമുണ്ട്. റവല്യൂഷണറി ഗവൺമെന്റ് ഓഫ് സാൻസിബാർ എന്നാണ് ഇവിടുത്തെ ഭരണകൂടം അറിയപ്പെടുന്നത്. വിമാനം സാൻസിബാർ എയർപോർട്ടിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. എനിക്ക് സാൻസിബാറിൽ ഇറങ്ങേണ്ടതില്ല. പക്ഷേ ഇവിടെ വെച്ച് എല്ലാവരെയും തന്നെ വിമാനത്തിൽ നിന്നിറക്കി ഒരു ബസ്സിൽ കയറ്റി. എന്തിനാണ് ദാറസലാമിലേക്ക് പോകുന്നവരെയും ഇവിടെ ഇറക്കിയതെന്ന് ചോദിച്ചപ്പോൾ വിമാനത്തിൽ ഫ്യുവൽ നിറയ്ക്കാനുണ്ടെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. ഞങ്ങളുമായി ബസ് യാർഡിൽ ഒന്ന് വട്ടം ചുറ്റി വീണ്ടും വിമാനത്തിനടുത്തെത്തി. അപ്പോഴേക്കും ഫ്യുവൽ നിറച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ ആ വിമാനത്തിനുള്ളിലാണ്. കുറച്ചാളുകൾ സാൻസിബാറിൽ നിന്നും ഈ വിമാനത്തിൽ കയറിയിട്ടുണ്ട്. ദാറുസലാമിലേക്ക് പോകുന്നവരാണ്. ഇനി വിമാനം ചെന്നിറങ്ങുക ദാറുസലാമിലാണ്. എന്റെയും ലക്ഷ്യസ്ഥാനം അതുതന്നെ. കുറേ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. അരമണിക്കൂർ കൊണ്ട് വിമാനം ദാറുസലാമിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പുറത്തെ കാഴ്ചകൾക്കൊന്നും പൊലിമയില്ല. അതുകൊണ്ട് തന്നെ ദീർഘമായ വിമാനയാത്രയിലെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാത്തതാണ്. അകത്തെ കാഴ്ചകൾക്ക് വൃത്തിയുണ്ട് താനും. വിമാനം ദാറുസലാമിലെ ജൂലിയസ് നൈറേറെ വിമാനത്താവളത്തിലെ റൺവേയിലേക്ക് താഴ്ന്നിറങ്ങി. നേരം ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ടാൻസാനിയയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണിത്. ഇപ്പോഴും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. പ്രൊപ്പല്ലർ വിമാനം നിശ്ചലമായി. ഞാൻ കഴിഞ്ഞ ദിവസം ടാൻസാനിയയിലേക്ക് ആദ്യമായി വന്നിറങ്ങിയ എയർപോർട്ട് ഇതാണ്. വിമാനം ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്ത് തന്നെയാണ് വന്നു നിൽക്കുന്നത്. വിമാനത്തിന്റെ പിറകിലേക്ക് നടന്നു. പിൻഭാഗത്താണ് ഇത്തരം വിമാനങ്ങളുടെ വാതിൽ. തുറന്നിടുമ്പോൾ വാതിൽ ഗോവണിയാവുന്നു. ദാറുസലാമിലും ഈ നേരത്ത് നല്ല തണുപ്പുണ്ട്. 6 മണിയായപ്പോഴേക്കും തണുപ്പ് വീണിരിക്കുന്നു. എയർപോർട്ടിലെ ഇന്റർനാഷണൽ അറൈവലും ഇവിടെ തന്നെയാണ്. അതിനാൽ ഏറെ പേർ ഇവിടെയുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഒരു ടാക്സിക്കാരനെ കിട്ടി. $20 നൽകിയാൽ എന്നെ സിറ്റിയിലെത്തിക്കാമെന്നാണ്
ഈ ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വിദ്വാൻ എന്നെ ഇവിടെ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഡൊമസ്റ്റിക് എയർപോർട്ട് വരെ കൊണ്ടുപോകാൻ വാങ്ങിയത് $30 ആയിരുന്നു. ഇവിടെ നിന്നും 13 കിലോമീറ്റർ ദൂരമുണ്ട് സിറ്റിയിലേക്ക്. അവിടേക്കാണ് $20 ഈ ഡ്രൈവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജൂലിയസ് നൈറേറെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുറത്തെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഞങ്ങൾ യാത്ര തുടങ്ങി. ഡ്രൈവർ ആളൊരു മാന്യനാണ്. സൂര്യൻ ചക്രവാളത്തിൽ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജൂലിയസ് നൈറേറെ റോഡ് എന്നറിയപ്പെടുന്ന ഹൈവേയാണിത്. എയർപോർട്ടിൽ നിന്നും ദാറുസലാമിന്റെ ഡൗൺ ടൗണിലേക്ക് നീണ്ടുകിടക്കുന്ന പാത. ഇവിടെ നിന്നും 13 കിലോമീറ്റർ ഉണ്ട് ഞാൻ താമസത്തിന് മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക്. ഹാർബർ വ്യൂ സ്യൂട്ട്സ് എന്നൊരു ഹോട്ടലിലാണ് മുറി എടുത്തിരിക്കുന്നത്. ഹാർബറിൽ തന്നെയാണത്. നഗരത്തിന്റെ ഏതാണ്ട് ഹൃദയഭാഗത്താണ് ഹോട്ടൽ. പാതയുടെ ഇരുവശത്തും നീളൻ കെട്ടിടങ്ങൾ. ഒരു വ്യവസായ മേഖലയാണിത്. ഫാക്ടറികളും അവയുടെ ഗോഡൌണുകളുമാണ് ഇക്കാണുന്നതെല്ലാം. കയറ്റി അയക്കാനുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന വലിയ കെട്ടിടങ്ങൾ. ധാരാളം വാണിജ്യ സ്ഥാപനങ്ങളും എക്സ്പോർട്ട് ഇമ്പോർട്ട് സ്ഥാപനങ്ങളും അവയുടെ കാര്യാലയങ്ങളുമെല്ലാം ജൂലിയസ് നൈറേറെ പാതയുടെ ഇരുവശത്തും കാണാം. ഒരിടത്തെത്തുമ്പോഴേക്കും 8 വരി പാതയായി ഇത് മാറുന്നു. ഇടയ്ക്കിടെ ഇങ്ങനെ ട്രാഫിക് സിഗ്നലുകളുണ്ട്. അവിടെ കാത്തുകിടക്കണം. ദാറുസലാമിന്റെ ജീവിത കാഴ്ചകൾ ഇവിടെയുണ്ട്. കശുവണ്ടി വിൽക്കാൻ നടക്കുന്ന ആളുകൾ. പട്ടണത്തിൽ ആളുകൾ കൂടുന്നിടത്തെല്ലാം കാണാം കശുവണ്ടി വിൽപ്പനക്കാരെ. ടാൻസാനിയ ലോകത്തെ തന്നെ പ്രമുഖമായൊരു കശുവണ്ടി ഉൽപ്പാദക രാജ്യമാണ്. കൂൾ ഡ്രിങ്ക്സ് വിൽക്കാൻ നടക്കുന്നവർ. ഈ വഴിയോരത്ത് വിൽപ്പന നടക്കുന്ന ഉൽപ്പന്നങ്ങളിലും അതിൻ്റെ കച്ചവടക്കാരിലും ഇവിടുത്തെ ദാരിദ്ര്യം പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ ധർമ്മക്കാരെ ഇവിടെയൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഓരോ വീട്ടിലും ആവശ്യമുള്ള സാമഗ്രികളാവാം. പച്ച ലൈറ്റ് തെളിഞ്ഞു. ഗതാഗതം വീണ്ടും സുഗമമായി. ഡൗൺ ടൗൺ ഏരിയയിലേക്ക് അടുക്കും തോറും കൂടുതൽ ആഢ്യത്വമുള്ള കെട്ടിടങ്ങളും കൂടുതൽ സജീവമാകുന്ന തെരുവുകളും കാഴ്ചയിലേക്ക് എത്തുകയായി. ഫർണിച്ചർ ഷോപ്പുകൾ, മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, വമ്പൻ ഹോട്ടലുകൾ എന്നിവയെല്ലാമുണ്ട് പാതയ്ക്കിരുവശവും. മറ്റൊരു വശത്ത് ഗോഡൌണുകളുടെ കാഴ്ച ഇപ്പോഴും അവസാനിച്ചിട്ടുമില്ല. നീളൻ കെട്ടിടങ്ങളുടെ നിര. 7 മണിയായപ്പോഴേക്കും കാർ ദാറുസലാമിന്റെ ഡൗൺ ടൗൺ ഏരിയയിലേക്കെത്തി. ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ധാരാളം ഇന്ത്യൻ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തുതന്നെ നിരവധി ഇന്ത്യക്കാർ കച്ചവടത്തിനും മറ്റു ജോലികൾക്കുമായി എത്തിയ നഗരമാണ് ദാറുസലാം. മലയാളികളും അതിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ സമോറ സ്ട്രീറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. സമോറ സ്ട്രീറ്റിലെ ഹാർബർ വ്യൂ ഹോട്ടലിന് മുന്നിൽ ഞാൻ ഇറങ്ങി. നല്ല തിരക്കുള്ള പ്രദേശമാണിത്. ഏതാനും കാസിനോകളും ഇവിടെയുണ്ട്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് താഴത്തെ നിലയും കാസിനോയാണ്. ഇവിടെ നിന്നും ഇനി 11ാം നിലയിലേക്ക് ചെല്ലണം. ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ എന്നെ സ്വീകരിക്കാൻ താഴെ വന്നിട്ടുണ്ട്. എന്റെ ബാഗുമായി അയാൾ ലിഫ്റ്റിലേക്ക് കയറി. 11ാം നിലയിലാണ് ഹോട്ടലിന്റെ റിസപ്ഷൻ. സാധാരണ ഹോട്ടലുകളുടെ ഗ്രൗണ്ട് ഫ്ലോറിലോ 1ാം നിലയിലോ ആയിരിക്കുമല്ലോ റിസപ്ഷൻ ഉണ്ടാവുക. ലിഫ്റ്റ് അതിവേഗം 11ാം നിലയിലെത്തി. ലിഫ്റ്റിൽ നിന്നിറങ്ങി ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരാൾ എന്നെ കാത്തിരിപ്പുണ്ട്. ഒരു മലയാളിയാണ്. ആലപ്പുഴക്കാരൻ വിനയൻ ബെനഡിക്റ്റ്. ടാൻസാനിയയിലെ മലയാളികളുടെ സംഘടനയായ കലാമണ്ഡലത്തിന്റെ പ്രധാന ഭാരവാഹിയാണ് വിനയൻ. 10 വർഷത്തോളമായി ഇദ്ദേഹം ടാൻസാനിയയിലാണ് ജോലി ചെയ്യുന്നത്. കുറേ നേരം സൗഹൃദം പങ്കുവച്ച് അദ്ദേഹം മടങ്ങി. ചെക്ക് ഇൻ ചെയ്ത് മുറിയിലേക്ക് നടന്നു. പരിചാരകൻ എൻ്റെ ബാഗും റൂം കീയുമായി മുന്നിലുണ്ട്. ഇവിടെയെല്ലാം കനത്ത സുരക്ഷയാണ്. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡാണ് ഇരിക്കുന്നത്. മോഷണം, പിടിച്ചുപറി എന്നിവയൊക്കെ പതിവ് സംഭവമാണ് ദാറുസലാം പോലുള്ള നഗരങ്ങളിൽ. അതുകൊണ്ട് തന്നെ സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം കനത്ത സുരക്ഷാ സംവിധാനങ്ങളുണ്ടാവും. പരിചാരകൻ കീ സ്ലോട്ടിലിട്ട് വാതിൽ തുറന്നു.
നല്ല വിശാലമായൊരു മുറി. സ്യൂട്ട് റൂമാണ്. ബെഡ്, ഡൈനിങ് ഏരിയ, ഒരു കിച്ചണറ്റ്. ആവശ്യമെങ്കിൽ ചായയോ ലഘുഭക്ഷണമോ ഉണ്ടാക്കാം. വൃത്തിയും ഭംഗിയുമുള്ള ടോയ്ലറ്റ്. ഇന്ന് വൈകിട്ട് ഇനി പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. രാത്രിയിൽ തെരുവിലേക്കിറങ്ങാനുമാവില്ല. ഇത് വിശ്രമത്തിന്റെ രാത്രി.